ഒരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രചരണത്തിനിറങ്ങിയ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്ക് നമുക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നുമല്ലോ നമ്മൾ മത്സരിക്കുന്നത് ജയിക്കാനാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മളെ ജയിപ്പിക്കുന്നൊരു തോന്നൽ അത് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയണ്. എന്താ വിശ്വാസമാവണില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഈ അഖിൽമാരാർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നതെന്ന് രമേശ് പിഷാരടി തന്നെ ഇന്നലെ പറഞ്ഞു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ അഖിലിൻ്റെ ഒരു നിലപാട് മാറ്റത്തെ പറ്റി അഖിലിന് സ്വയം തോന്നുന്നു. പക്ഷെ ഇത് വേണ്ട, ഞാൻ ഇന്നലെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞു, ഇന്ന് ഇനി ഇപ്പം മാറ്റി പറഞ്ഞ അഖിലിന് സ്വയം അങ്ങനെ തോന്നുന്നു. ചോദിക്കേ മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. ഇത്രയേറെയൊക്കെ പലരെ എതിർത്ത് സംസാരിച്ച അഖിലിനെതിരെ ഒരു ജെനുവിന് വിഷയം കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കാര്യം, നാളിതുവരെ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചവൻ്റെ ആത്മാഭിമാനവും ആത്മധൈര്യവുമാണ് ഈ തുറന്ന് സംസാരിക്കാനുള്ള എൻ്റെ ധൈര്യം. അത്രയും വേണം. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ഇവിടേക്കാണ് അഖിലിന്റെ പ്രശ്നം, മനസ്സിലായോ? അഖിലിന്റെ തന്നെ കഴിഞ്ഞ ദിവസത്തെ വേറൊരു ഐറ്റം ഞാൻ കണ്ടു. ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. ഇപ്പൊ എന്താ പറഞ്ഞ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. ബെസ്റ്റ്. കാരണം അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം ഞാൻ അതിൽ നിന്നും 1% പോലും മാറിയിട്ടില്ല. ഇപ്പൊ ബിഗ് ബോസ് ആ ഔട്ടിങ് അറിയില്ലായിരുന്നു. ഈ ഇലക്ഷൻ അപ്പൊ ഹോട്ട്സ്റ്റാറിൽ നടക്കണേ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വോട്ടപ്പ് അങ്ങനെ ഹോട്ട്സ്റ്റാറിലാണോ ചെയ്യണ്ടേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ഞാനൊരു രാഷ്ട്രീയ പാർട്ടി എതിർത്താൽ സ്വാഭാവികമായിട്ട് അവരുടെ ആൾക്കാർ എന്നെ എതിർക്കും. അവർ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ഞാൻ നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ എതിർക്കും. പക്ഷെ ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാൾക്കും എതിർക്കാൻ പറ്റത്തില്ല. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ തൃക്കാക്കരക്കാരനല്ലേ അഖിൽമാരാറാണ് മത്സരിക്കുന്നത്. അഖിൽമാരാർക്ക് വെല്ലുവിളിയായിട്ട് ആരാ വരിക? ഈ നാടാകെ അവന് വെല്ലുവിളിയാ. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഈ നാട് മൊത്തം അവനെതിരാ. എന്ത് ക്വാളിറ്റി അവനുള്ളൂ, എന്ത് രാഷ്ട്രീയം ഉള്ളത്? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അഖിൽമാരാർ എന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJP കിട്ടിയാണ്. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നു. അഖിൽമാരാർ ബിഗ് ബോസിലൂടെ ഭയങ്കര ബോസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അതിലും വലിയ ബിഗ് ബോസുകൾ വന്നിട്ട് 10 വെള്ളത്തോടാണ്ട് പോയിട്ടുണ്ട്. കേരളമാണ്. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച വർത്താനം പറയുന്നത്? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.